ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടി അതിൻ്റെ ബാറ്റർ എങ്ങനെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈസ്റ്റ് ഒരല്പം പോലും യൂസ് ചെയ്യാതെയാണ് ഞാൻ ഈ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ഏകദേശം ഒരു 4 മണിക്കൂർ കുതിർത്താണ് പച്ചരി വെച്ചിരിക്കുന്നത്. 1 കപ്പ് ചോറ് വേണം, 1 കപ്പ് തേങ്ങാവെള്ളം വേണം. ഇനി ആവശ്യമുള്ളത് 1 സ്പൂൺ പഞ്ചസാരയാണ്. കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് കുറേശ്ശെയായിട്ട് വേണം അടിക്കാൻ. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് ഈ അരി അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചോറും തേങ്ങാവെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാവെള്ളം തലേ ദിവസമേ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ മിക്സി പെട്ടെന്ന് ചൂടാവത്തില്ല, അതിനാലാണ് തലേ ദിവസത്തെ വെള്ളം ഇതെല്ലാം കൂടി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. മിക്സി ചൂടാവുന്നതുകൊണ്ടാണ് ഇതിന് അപ്പത്തിന് നമുക്കത്ര കൺസിസ്റ്റൻസി കറക്റ്റ് കിട്ടാത്തത്. അരച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അരി അല്പം പോലും ഇല്ലാതെ വേണം, നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരി അരച്ചെടുക്കാൻ. രണ്ടാമത്തെ സ്റ്റെപ്പും ഞാൻ ഇതുപോലെ അരച്ച് എടുക്കാൻ വെച്ചിട്ടുണ്ട്. 2 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങാവെള്ളം, ആ രീതി വേണം ഫോളോ ചെയ്യാൻ കേട്ടോ. നമ്മുടെ ഈ ബാറ്റർ ഒരുപാട് ലൂസ് ആവാനും ഭയങ്കരമായിട്ട് കട്ടിയായിട്ടിരിക്കാനും പാടില്ല. അത് കണക്കാക്കി വെള്ളവും തേങ്ങാവെള്ളവും മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് പുളിച്ച ദോശമാവ് ഒരു 1-2 സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ദോശമാവ് ചേർത്ത് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഫെർമെൻറ്റേഷൻ വേഗം നടക്കാൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ടുള്ള കാര്യം ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റെങ്കിലും കൈകൊണ്ട് നല്ല രീതിയിൽ ഈ മാവ് മിക്സ് ചെയ്ത് കൊടുക്കണം. സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്താൽ നമുക്ക് അപ്പം ചുടുമ്പോൾ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടത്തില്ല. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാവരും. ഇനി ഈ മാവിനെ നമുക്ക് അടച്ച് വെച്ച് ഏകദേശം ഒരു 7-8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നേരം വെളുത്തിട്ടുണ്ട്. നമുക്ക് അപ്പത്തിൻ്റെ മാവ് ഏത് പരുവത്തിലുണ്ടെന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല ബബിൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റായിട്ട് മാവിരിപ്പുണ്ട്. നല്ല സോഫ്റ്റാണ്, ബബിൾസ് കണ്ടില്ലേ, നല്ലതുപോലെ വന്ന് നല്ല ഫെർമെൻറ്റഡ് ആയിട്ടുണ്ട് നമ്മുടെ അപ്പത്തിൻ്റെ മാവ്. ഇതിൽ അല്പം പോലും ഈസ്റ്റ് ചേർത്തിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് കുഞ്ഞു കുട്ടികൾക്ക് വരെ നമുക്ക് വിശ്വസിച്ച് ഇത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ചുട്ടും കൂടെ നോക്കാം. അപ്പം ഏത് പരുവത്തിൽ കിട്ടുന്നെന്നറിയണ്ടേ. നമുക്ക് മാവൊക്കെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അപ്പം ചുട്ടെടുക്കാം. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാനായിട്ട് ഇതിലേക്ക് ആവശ്യാനുസരണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അപ്പം നല്ല കറക്റ്റ് സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. ഇപ്പം എല്ലാവരും പാക്കറ്റ് മാവ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി ഈ രീതിക്ക് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് സക്സസ് ആവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ എനിക്കിത് പറയുകയും വേണം. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. ഒരു പാനിലേക്ക് നമുക്ക് നമ്മളെ അപ്പത്തിൻ്റെ ബാറ്റർ കോരി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചുറ്റിക്കുമ്പോൾ തന്നെ കാണാം അതിലെ ആ ചെറിയ ബബിൾസൊക്കെ വരുന്നത് കണ്ടോ. അതിൻ്റെ അടയാളം തന്നെ നമ്മൾ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇതിനെ അടച്ച് വെച്ച് നമുക്കിത് നോക്കാം. കണ്ടില്ലേ, അപ്പം നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നോക്കിക്കേ, അപ്പത്തിന് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അപ്പത്തിൻ്റെ അരൂഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല ബ്രൗൺ കളറിൽ നല്ല രീതിക്ക് ഇരിക്കുന്നത് കണ്ടോ. എല്ലാവരും അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ.